പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചൊവ്വാഴ്ച ദിനത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച വചനം എടുത്തപ്പോൾ ഭയങ്കരമായൊരു അഭിഷേകത്തിൻ്റെ വചനമാണ്. സങ്കീർത്തന പുസ്തകം 19:13. അവിടെ വലിയൊരു വെളിപ്പെടുത്തലാണ് സ്വർഗം നൽകുന്നത്. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന പാപം, സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പാപവും നമ്മളുടെ സ്വഭാവത്തിൻ്റെ ചില ബലഹീനത ഭാഗമായിട്ട് ചെയ്തു പോകുന്ന പാപമുണ്ട്. ബോധപൂർവം നമ്മളൊരു സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പാപവും അല്ലാതെ അബദ്ധവശാൽ വീണു പോകുന്ന പാപം എന്ന് പറയാം. പാപത്തെ തന്നെ രണ്ടായിട്ട് തിരിക്കാന്ന് വേണം. അപ്പോൾ അതാണ് ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ ബോധപൂർവം ചെയ്യുന്ന പാപത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരു അധീശനത്വം, ഒരു കമാൻഡിങ് പവർ ഈ പാപം നമ്മുടെ ഉള്ളിൽ അവൻ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. നോക്കൂ സഹോദരങ്ങളെ, ബോധപൂർവം ചെയ്യുന്ന തെറ്റ് വളരെ ഗൗരവം. നമ്മൾ ചെറിയൊരു പാപമായിരിക്കാം, പക്ഷേ ബോധപൂർവം അടിക്കടി ആ തിന്മയിൽ നമ്മൾ വീഴുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അത് ശരിക്കും നമ്മളെ നശിപ്പിച്ച് കളയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. ഈ ഒരു ദിനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പെന്തക്കോസ്ത് തിരുനാളിന് അടുത്ത് നമ്മൾ പോകുമ്പോൾ, ദൈവമേ, ബോധപൂർവമുള്ള പാപങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.